സ്വാശ്രയ പ്രശ്നത്തിൽ സർക്കാർ നിലപാടിൽ പ്രതിഷേധിച്ച് 3 പ്രതിപക്ഷ എംഎൽഎമാർ നിയമസഭയിൽ അനിശ്ചിതകാല നിരാഹാര സമരവും 2 എംഎൽഎമാർ അനുഭവ സത്യാഗ്രഹ സമരവും ആരംഭിച്ചു. മതപരമായ കാരണങ്ങളാലാണ് ലീഗ് എംഎൽഎമാർ നിരാഹാര സമരം നടത്താത്തത്. അതേസമയം സ്വാശ്രയ വിഷയം ഉന്നയിച്ച് വരും ദിവസങ്ങളിൽ നിയമസഭാ നടപടികൾ സ്തംഭിപ്പിക്കാൻ യുഡിഎഫിന്റെ പാർലമെന്ററി പാർട്ടി യോഗത്തിൽ തീരുമാനമായി. സ്വാശ്രയ കോളേജ് പ്രവേശന വിഷയം ഉന്നയിച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ സെക്രട്ടേറിയറ്റ് മുന്നിൽ നടത്തിയ സമരങ്ങൾ വിജയം കാണാത്തതിനെ തുടർന്ന് വിഷയം നിയമസഭയ്ക്കുള്ളിലേക്ക് കൊണ്ടുവരാൻ യുഡിഎഫ് യോഗം തീരുമാനിക്കുകയായിരുന്നു. ഇതനുസരിച്ച് യുഡിഎഫ് നിയമസഭാ പാർലമെന്ററി പാർട്ടി യോഗം ചേർന്ന് നിയമസഭാ നടപടികൾ ചോദ്യോത്തരവേള മുതൽക്കേ തടസ്സപ്പെടുത്തി സഭാ നടപടികൾ സ്തംഭിപ്പിക്കാൻ തീരുമാനമെടുത്തു. ഇതിനു പുറമെ ഹൈബി ഈഡൻ, ഷാബി പറമ്പിൽ, അനൂപ് ജേക്കബ് എന്നീ എംഎൽഎമാർ സഭയിൽ അനിശ്ചിതകാല നിരാഹാര സമരവും കെ.എൻ. ഷാജി, ഷംസുദ്ദീൻ എന്നിവർ അനുഭാവ സത്യാഗ്രഹവും നടത്താനും പാർലമെന്ററി പാർട്ടി യോഗത്തിൽ തീരുമാനമെടുക്കുകയായിരുന്നു. ചോദ്യോത്തരവേള തടസ്സപ്പെടുത്തിയ പ്രതിപക്ഷം ശൂന്യവേളയിലും പ്രതിഷേധം തുടർന്നു. ഇതിനിടെ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല സഭയ്ക്ക് മുന്നിൽ നിരാഹാര സമരം നടത്തുന്നവരുടെ വിശദാംശം സഭയിൽ അറിയിച്ചു. തുടർന്ന് സഭാ നടപടികൾ സ്തംഭിപ്പിച്ച പ്രതിപക്ഷം പുറത്തേക്കിറങ്ങി. സർക്കാരിൻ്റെ ഈ തെറ്റായ നടപടി ശക്തമായി പ്രതിഷേധിച്ചുകൊണ്ട് ഇന്ന് 3 എംഎൽഎമാർ ഈ നിയമസഭയ്ക്കകത്ത് നിരാഹാര സത്യാഗ്രഹം അനുഷ്ഠിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. ശ്രീ ഹൈബി ഈഡൻ, ഷാഫി പറമ്പിൽ, അനൂപ് ജേക്കബ് എന്നീ 3 എംഎൽഎമാർ ഈ നിയമസഭയ്ക്കകത്ത് നിരാഹാരം അനുഷ്ഠിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഗാന്ധി പ്രതിമയ്ക്ക് മുന്നിൽ പ്രണാമം അർപ്പിച്ച ശേഷമാണ് എംഎൽഎമാർ നിയമസഭയുടെ പ്രധാന കവാടത്തിന് മുന്നിൽ സമരം ആരംഭിച്ചത്. സമരം നടത്തുന്നവർക്കൊപ്പം വി.ഡി. സതീശൻ എംഎൽഎ ഒഴികെയുള്ളവരെല്ലാം കവാടത്തിലിരുന്നു. ചോദ്യോത്തരവേളയിൽ ചോദ്യങ്ങൾ ചോദിക്കാതെ വ്യത്യസ്ത നിലപാട് സ്വീകരിച്ച കേരള കോൺഗ്രസ് മാണി വിഭാഗം ചെയർമാൻ കെ.എം. മാണിക്കൊപ്പമെത്തി സമരം നടത്തുന്നവർക്ക് അഭിവാദ്യമർപ്പിച്ചു മടങ്ങി. പി.സി. ജോർജ് എംഎൽഎയും സമരക്കാർക്ക് അഭിവാദ്യമർപ്പിക്കാൻ മറന്നില്ല. നിരാഹാര സമരം കണ്ടെങ്കിലും ഭരണപക്ഷം തങ്ങളുടെ ആവശ്യങ്ങൾ അംഗീകരിക്കുമെന്ന ഉറച്ച വിശ്വാസത്തിലാണ് പ്രതിപക്ഷം. കൂടാതെ വരും ദിവസങ്ങളിലെ സഭാ നടപടികളും സ്തംഭിപ്പിക്കാനാണ് പ്രതിപക്ഷത്തിന്റെ നീക്കം. സുനിൽ അരുമാനൂർ, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ബാർക്കോഴ കേസിൽ സമഗ്ര അന്വേഷണം വേണമെന്ന് സർക്കാർ ഹൈക്കോടതിയിൽ. പ്രഥമദൃഷ്ട്യാ കുറ്റം തെളിഞ്ഞിട്ടുണ്ടെന്ന് സർക്കാരിന്റെ സത്യവാങ്മൂലം. അന്തിമ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടില്ലാത്തതിനാൽ അന്വേഷണം തുടരാമെന്നും സർക്കാർ. ബാർക്കോഴ കേസിൽ തുടരന്വേഷണത്തിന് ഉത്തരവിട്ട തിരുവനന്തപുരം വിജിലൻസ് കോടതി ഉത്തരവ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് കെ.എം. മാണി ഹൈക്കോടതിയിൽ ഹർജി സമർപ്പിച്ചിരുന്നു. ഇത് പരിഗണിച്ചപ്പോഴാണ് ഇത് സംബന്ധിച്ച് വിജിലൻസ് നിലപാടറിയിച്ചത്. ബാർക്കോഴ കേസിൽ സമഗ്ര അന്വേഷണം ആവശ്യമാണെന്ന് സർക്കാർ സത്യവാങ്മൂലത്തിൽ പറയുന്നു. എന്നാൽ ഇതേ കേസ് 2 തവണ അന്വേഷിച്ച് കഴമ്പില്ലെന്ന് കണ്ട് തന്നെ കുറ്റവിമുക്തനാക്കിയതാണ് എന്നാണ് മാണിയുടെ വാദം. 2 തവണയും SP സുകേശൻ തന്നെയാണ് അന്വേഷിച്ചത്. ഇപ്പോൾ ഈ കേസ് ഉയർത്തിക്കൊണ്ടുവരുന്നതിന് പിന്നിൽ രാഷ്ട്രീയ താൽപ്പര്യമാണ് എന്നായിരുന്നു മാണിയുടെ മറ്റൊരു വാദം. സർക്കാർ സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ മാണിയുടെ ഈ വാദങ്ങളെ എതിർക്കുന്നു. അന്വേഷണത്തിൽ പ്രഥമദൃഷ്ട്യാ കുറ്റം തെളിഞ്ഞതാണ്. മാത്രവുമല്ല, അന്തിമ റിപ്പോർട്ട് സ്വീകരിക്കാത്ത പശ്ചാത്തലത്തിൽ തുടരന്വേഷണമാകാമെന്നും സർക്കാർ കോടതിയെ അറിയിച്ചു. കൂടുതൽ വാദത്തിനായി കേസ് ഒക്ടോബർ 6 മാറ്റി. ന്യൂസ് ബ്യൂറോ, കൊച്ചി.